ഹായ്, ഞങ്ങൾ ഇന്നൊരു ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. ഇരുട്ടിയിലേക്കാണേ. അങ്ങനെ ഞങ്ങൾ പമ്മിൻ്റെ ഇടയ്ക്ക് എത്തി. അവിടെ എത്തിയപ്പോഴോ അവർ ഭയങ്കര ദാഹം. അങ്ങനെ ഫ്രൂട്ടിയൊക്കെ മേടിച്ചിട്ട് വരത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെ ബസ് വന്നു. ബസ്സിൽ കയറിയാലോ പെട്ടി സീറ്റാണ് നിർബന്ധം. യാത്രകളൊക്കെ കണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫസ്റ്റ് ബസ്സിൽ കയറിയപാട് പെട്ടി സീറ്റിൽ ഒഴിവുണ്ടാകുന്ന കേട്ടോ നോക്കുക. അങ്ങനെ അവന് പെട്ടി സീറ്റൊക്കെ കിട്ടി ഇരുന്നിട്ട് ഇങ്ങനെ പോക്കാണേ. അങ്ങനെ ഞങ്ങൾ ഇരുട്ടി എത്തി ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് പരാഗിലേക്കാണ് കേട്ടോ. ഇവർക്ക് നമ്മൾ അന്ന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഇവർ വിചാരിച്ചതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പരാഗിലെത്തി അവിടുന്ന് നോക്കലാണേ. അവിടുന്നും ശരിക്കും പറഞ്ഞാൽ പിടിച്ചിട്ടില്ല കേട്ടോ. ഇവർക്കൊന്നും 3 ആളുണ്ട്, 3 പേർക്കും കൂടിയിട്ടാണ് നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എന്നാൽ ഓർണമെൻറ്റ്സിൻ്റെ കടയിലേക്ക് പോയി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറേ നോക്കി കേട്ടോ. ഞാൻ വെറുതെ 2 മാലയിലും ഇട്ട് നോക്കിയിട്ടുണ്ടേ. എനിക്കിഷ്ടമായി ഈ 2 മാലയും. ഇതിലൊന്ന് ഞാൻ സെലക്ട് ചെയ്തിന് കേട്ടോ. അങ്ങനെ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടേ, നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഏതാ എടുക്കേണ്ടതെന്ന് തിരിയില്ല നമുക്ക്. അങ്ങനെ ഞങ്ങൾ കുറേ ഐറ്റംസ് നോക്കി എടുത്തു കേട്ടോ. എൻ്റെ മോനാണെങ്കിലോ ദേഷ്യം വന്ന് തുള്ളലുവാന്നേ. ഓന് ഇഷ്ടപ്പെട്ടത് മേടിച്ചു കൊടുക്കായിട്ട് അവന് വേണ്ടതൊന്നും ഷോപ്പിംഗ് ചെയ്തില്ല കേട്ടോ. അങ്ങനെ ചായയെല്ലാം കുടിച്ച് ഞങ്ങൾ പോകുമ്പോൾ ഇതാ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ടു കേട്ടോ. അങ്ങനെ അടുത്തുനിന്ന് അവൻ്റെ ഫോട്ടോ എടുക്കലാണേ. അവൻ ഇക്കൊല്ലം പറഞ്ഞിട്ട് ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ടില്ല കേട്ടോ, ഫസ്റ്റ് കാണുന്നതാണേ. അങ്ങനെ ഞങ്ങൾ ഗ്രീൻ ലീഫ് പാർക്കിലേക്ക് പോയി കേട്ടോ. ഒരനിയത്തിയും കൂടി വരാനുണ്ട്. ആ അനിയത്തിനെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നിൽക്കുന്നതാണ് കേട്ടോ. അവിടെ പോയിട്ട് ഊഞ്ഞാലാടുന്ന നോക്കിയാട്ടെ, കിടന്നിട്ടൊക്കെയാണ് ഊഞ്ഞാലാടുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ അനിയത്തീൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് അവൾ ആടെ എത്താനായി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സെഞ്ചുറിയിലേക്ക് വിട്ടു കേട്ടോ. അവിടെയും കൂടി പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആടത്തേക്ക് കൂടി പോയി. അപ്പോൾ ആടുന്ന് നമ്മൾ നോക്കി, സാരി നോക്കി, കട്ട് പീസ് നോക്കി. അങ്ങനെ ലാസ്റ്റ് ഇവർ ആഗ്രഹിച്ച സംഭവം കിട്ടി കേട്ടാ. ഇവിടെ എസ്കലേറ്ററൊക്കെ ഉണ്ട് കേട്ടാ. എസ്കലേറ്റർ കണ്ടപാടേ എൻ്റെ കുട്ടി ഒരു 3-4 വട്ടം അത് കയറുകയും ചെയ്യും. ഭയങ്കര ഇഷ്ടം അതിൽ കയറാനേ. ഞാൻ നോക്കുമ്പോൾ ഒന്നും ഇവനെ കാണൂല, ഇവനുണ്ടാവും അത് കയറുകയും ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളെ ഡ്രസ്സൊക്കെ പാക്കാക്കി. ഇതിക്ക് അവിടെ ഹോസ്പിറ്റലിൽ ന്യൂ ഇയർ ഫ്രണ്ടും ക്രിസ്മസ് ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ അവൾക്കൊരു ചുരിദാർ മേടിക്കണുണ്ടായിരുന്നു. അങ്ങനെ അതും മേടിച്ചു. അങ്ങനെ ഞങ്ങളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടാ. ബില്ലിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണേ. ഇവനാടുന്നൊരു ബലൂണ് കിട്ടിയോണ്ട് ആ ബലൂണിനെ കൊണ്ട് കളിക്കലാന്ന് കേട്ടാ. ഇവന് ഡ്രസ്സൊക്കെ മേണിക്കണം അത്രേ. അത് ഏച്ചീൻ്റെ മക്കളെയും കൂട്ടി പോയിട്ട് വേണം ഇവനും കൂടി മേണിക്കാൻ. ഒരുപോലത്തെ മേണിക്കേണ്ടിയാന്നേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കോഫിയൊക്കെ കുടിച്ച് ഞങ്ങളെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കലാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ബസ്സെല്ലാം കുറവാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടേ. ഇവൻ്റെ കളി കണ്ട ഇരുന്നിട്ട് നിന്നിട്ട് നടന്നിട്ടില്ലാന്ന് കേട്ടോ. എസ്കലേറ്ററിലൂടെ പോന്ന് ഭയങ്കര ഇഷ്ടമാണ്. ഏടെ പോയാലും ഇവൻ ഇതിൽ കയറണം. എൻ്റെ വീഡിയോ എടുത്തതാന്നാണ് പറയുന്നത് ഇതിൽ കയറിയിട്ട്. അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബസ് കിട്ടുമോളീന്നുള്ള ടെൻഷനിൽ ഞങ്ങൾ പോക്കാണേ. ആ ടെൻഷനിൽ ഞാൻ എൻ്റെ ഓർണമെൻറ്റ്സ് ഞാൻ ആ സെഞ്ചുറിയിൽ വെച്ചിട്ട് വന്നു കേട്ടോ. അങ്ങ് ബസ് സ്റ്റോപ്പിൽ എത്താനായപ്പോഴാണ് ഓർമ്മ വന്നത്. തിരിച്ച് അതേ സ്പോട്ടിൽ സെഞ്ചുറിയിലേക്ക് നടന്ന് എന്നിട്ട് അതും എടുത്ത് ആദ്യം ഞങ്ങൾ ഓടി കേട്ടോ, ബസ്സിന് വേണ്ടിയിട്ട് ഓടിയേ. അങ്ങനെ ഞങ്ങൾ ആടെ ബസ് സ്റ്റോപ്പിൽ എത്താനാകുമ്പോൾ ഒരു ബസ് അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ അത് പടിയൂർ ബസ്സായിരുന്നു. അതുകൊണ്ട് ആ ബസ് കയറിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ആ ഒരു ബസ് ഉണ്ട് 7 മണിക്ക് KSRTC ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ KSRTC ബസ്സിൽ കയറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിയിട്ടുള്ള ഓട്ടാന്നിത്. ഓട്ടപ്പാച്ചലിൽ ഓടലാന്ന് കേട്ടോ. ബസ് പോയാൽ പിന്നെ എങ്ങനെയാണ് പോകണ്ടേ ഒന്നും അറിയില്ല, തിരിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വേഗം ബസ് പിടിക്കാനുള്ള ഓട്ടപ്പാച്ചിലാന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ KSRTC ബസ് കയറി. ഇപ്പം തന്നെ സമയം ഏകദേശം 7:30 ആയി കാണും. നിലാമുറ്റം പിന്നെ പറയണ്ടല്ലോ, മകാമുറൂസ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇന്നലെ പോയിരുന്നു. അവിടെ നല്ല ഒരുപാട് ചന്തകളുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങിക്കഴിഞ്ഞു. സൂപ്പറായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം ഇങ്ങനെയാണേ. ഒരുപാട് വണ്ടിയൊക്കെ ആയപ്പോൾ അവിടെ ബ്ലോക്കായി കേട്ടോ. ഒരു 10 മിനിറ്റോളം അവിടെ ലേറ്റായി കേട്ടോ. ധനു 1 മുതൽ 10 വരെയുള്ള ഉത്സവമാണേ. നിലാമുറ്റം പള്ളിയുടെ ഭാഗമായിട്ട് നടക്കുന്നൊരു ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുണ്ടാവും. 10, 11, 12 മണി വരെ ആളായിരിക്കും കേട്ടോ ഇവിടെ. അങ്ങനെ ഇവരെ ഡ്രസ്സിനെ കുറിച്ചുള്ള ചർച്ച തന്നെയാണ് കേട്ടോ. എവിടെ അടിക്കാൻ കൊടുക്കും, ഷാളപ്പം മേടിക്കും, ഇവർക്കുള്ള ഓർണമെൻറ്റ്സ് അപ്പം മേടിക്കും എന്നുള്ള ചിന്തകൾ തന്നെയാണേ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ, ബൈ ബൈ.